ഇന്ന് ഞാനും അബിയും കൂടെ എറണാകുളം വരെ പോവാം. അപ്പോൾ രാവിലെ തന്നെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ രണ്ട് ആവശ്യത്തിന് വേണ്ടി പോകും. രാവിലെ ഇവിടെ വന്നപ്പോൾ കണ്ണപ്പനോടെ പാട്ടുകൂട്ടിയും വെച്ച് പാട്ടൊക്കെ കേട്ട് കടയും തുറന്ന് വെച്ച് ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ എന്തൊക്കെയോ വായിച്ച് മണിക്കുന്നുണ്ട്. അബിയെ നോക്കി ഇരുന്നപ്പോൾ എൻ്റെ ബസ് വന്നു. ഓടിപ്പോയി ഞാൻ ബസ്സിനകത്ത് കയറി, കാരണം സീറ്റ് പിടിക്കണ്ടേ, എറണാകുളം വരെ പോകേണ്ടത്. നോക്കിയപ്പോൾ ബസ് നിറച്ച ആൾ. അങ്ങനെ പിന്നെ ഏറ്റവും ലാസ്റ്റ് ആട്ടോ സീറ്റ് കിട്ടിയത്. സീറ്റ് കയറി ഫസ്റ്റ് ചെയ്യുന്നത് വിൻഡോ സീറ്റ് ഇതുപോലെ പൊക്കി വെക്കുക. പക്ഷേ എന്ത് ചെയ്തിട്ട് അതങ്ങോട്ട് ശരിയാവുന്നില്ല. അവസാനം പിന്നെ അവി വന്നത് സെറ്റാക്കി. കുറച്ച് കഴിഞ്ഞ് ബസ് സ്റ്റാർട്ട് ചെയ്ത് അവി ഞാനും കൂടെ ഏറ്റവും ബാക്കിലാട്ടോ ഇരുന്നത്. എന്താവുമെന്നോ. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തി കേട്ടോ. എറണാകുളത്ത് നേരെ പോയത് മെട്രോ. അവിടെ പോയി ഫ്രഷ് ആയിട്ട് ഇതാ നേരെ മെട്രോ പിടിച്ചു. അതിനിടയ്ക്ക് അതാ നമ്മൾ ലുലുവിന്റെ ഭാഗത്തായിട്ട് വന്ന് ഇറങ്ങിയത്. എടപ്പള്ളിയിൽ ലുലുവിലോട്ട് കയറണമെന്നുണ്ട്, പക്ഷെ നമുക്ക് കയറാനുള്ള ടൈമില്ല, നമ്മുടെ ആവശ്യം വേറെ ആണല്ലോ. അങ്ങനെ പിന്നെ വെളിയിൽ നിന്ന് ലുലു ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ശരവണ ഭവനിലേക്കായിരുന്നു. ഞങ്ങൾ നേരത്തെ ഇവിടെ താമസിക്കുന്ന സമയത്ത് എപ്പോഴും കയറുന്ന ഒരു ഹോട്ടലാട്ടോ. അടിപൊളി ഫുഡായിരുന്നു. അന്ന് ഇത്ര മെനു ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അബി ഇവിടെ വന്നത് വേറൊരു ആവശ്യത്തിനായതുകൊണ്ട് അബി അതിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കാട്ടോ. അച്ഛൻ ഇവിടെ അമൃതയിൽ ഒന്ന് കാണിക്കണമായിരുന്നു. അച്ഛൻ്റെ കൈക്ക് ഒരു ചെറിയ പ്രോബ്ലം വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഇങ്ങനെ പോകുന്നു കേട്ടോ അബിയുടെ കൂടെ. ഞാൻ വന്ന സമയത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ പിന്നെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ അച്ഛന് ഡോക്ടറിനെ കാണേണ്ട ടൈം ആയി വരുമായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിന്റെ അകത്തൊക്കെ കയറി ചുമ്മാ അതുവഴി കറങ്ങി നടന്നു. അങ്ങനെ ലാസ്റ്റ് അച്ഛൻ ഡോക്ടറിനെ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, മോൻ വീട്ടിൽ പോയിരുന്നു, ഇനി വഴിക്ക് കണ്ടുപോയിക്കരുതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു. ഇതാട്ടോ ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. അപ്പോൾ അവിടെ പോയത് ഫ്രഷ് ആയിട്ട് നേരെ പോയത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ. ഇവിടെ അടുത്ത് തന്നെ KR ബേക്കേഴ്സിന്റെ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡ് കഴിച്ചപ്പോൾ ഇവർ നേരത്തെ വന്നതായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ സാൻഡ്വിച്ച് അടിപൊളിയാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ സാൻഡ്വിച്ച് ഒക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത്. പക്ഷേ കഴിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതിന്റെ ടേസ്റ്റിലെന്ന് പറഞ്ഞു ഒരാൾക്ക് ഇവിടെ തീരെ ഇഷ്ടപ്പെട്ടില്ല സാൻഡ്വിച്ച്. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ.